തന്നെ ഉള്ളിലെ സങ്കുചിത ചിന്തകളെ എളുപ്പത്തിൽ നടപ്പിലാക്കാനുള്ളതല്ല രാഷ്ട്രീയം എന്നത് ഓരോരുത്തരും ഓർക്കേണ്ടതും. രാഷ്ട്രീയം എന്നത് രാഷ്ട്ര സേവനമാണ്. വരുമാനത്തിന്റെ തൊഴിൽ രാഷ്ട്രീയം സേവനം. ഒരു ജനതയിൽ സമാശ്വാസത്തിന്റെ പുഞ്ചിരി വിടർത്തുവാൻ കഴിയുമെങ്കിൽ അതാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ രാഷ്ട്രീയ ധർമ്മം. ഒരു ശുദ്ധമായ ആശയത്തിൽ നിന്ന് ഒരു നല്ല രാഷ്ട്രീയം ഉടലെടുക്കുകയുള്ളൂ. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്ക് രാഷ്ട്രീയക്കാരനാവാം, അത് ഉൾക്കൊള്ളാതെ ഒരാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഒരു കുട്ടിക്ക് മാതാവിന് എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം വിശ്വാസം ഒരു രാഷ്ട്രീയ നേതാവിനെ ജനത അർപ്പിക്കുന്നു. ഏത് പ്രതിസന്ധി സമയത്തും കയറി ചെല്ലാൻ കഴിയുന്ന ഒരിടമായിരിക്കണം രാഷ്ട്രീയ നേതാവിന്റെ സവിധം. പാതിരാത്രിയിൽ വിളിച്ച് സങ്കടം പറഞ്ഞവരുടെ സങ്കടം ഉറക്കം വിളിച്ചു കേട്ടിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കടന്നുപോയ നാടാണ് നമ്മുടെ കേരളമെന്ന് ഓരോ രാഷ്ട്രീയ പ്രവർത്തനം ഓർക്കണം. തന്നെ ആശ്രയിക്കുന്നവരോട്, തന്നോട് പരിഭവം പറയുന്നവരോട് അവരുടെ ജാതിയോ മതമോ വർഗമോ നോക്കാതെ അവലംബമായി മാറേണ്ടതാണ് രാഷ്ട്രീയ നേതാക്കൾ. രാഷ്ട്രീയം എന്നത് അധികാരത്തിലിരുന്ന് സുഖിക്കാനോ ആഡംബര ജീവിതം നടിക്കാനോ ഉള്ളതല്ല. തന്നെ ഉള്ളിലെ സങ്കുചിത ചിന്തകളെ എളുപ്പത്തിൽ നടപ്പിലാക്കാനുള്ളതല്ല രാഷ്ട്രീയം എന്നത് ഓരോരുത്തരും ഓർക്കേണ്ടതും. ഒരു ജനതയിൽ സമാശ്വാസത്തിന്റെ പുഞ്ചിരി വിടർത്തുവാൻ കഴിയുമെങ്കിൽ അതാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ രാഷ്ട്രീയ ധർമ്മം. ഞാനുൾപ്പെടെയുള്ള യുവതലമുറയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. രാഷ്ട്രീയം എന്നത് രാഷ്ട്ര സേവനമാണ്. വരുമാനത്തിന്റെ തൊഴിൽ രാഷ്ട്രീയം സേവനം എന്ന ഐഡിയോളജിയിലാവണം ഓരോ യുവ രാഷ്ട്രീയക്കാരും വളർന്നു വരേണ്ടത്. പുതുതലമുറയെ രാഷ്ട്രീയവാദത്തിലേക്ക് തള്ളിവിടാതെ രാഷ്ട്രീയ അവബോധമുള്ളവരായി വളരുവാനുള്ള സാഹചര്യം പുലരട്ടെ. ജയ് ഹിന്ദ്, ജയ് സംവിധാൻ.